ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ഒരു യുദ്ധം അത് തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇനിയും ഇവർ തമ്മിലുള്ള ഈ ഒരു യുദ്ധം സ്ട്രെയിറ്റ് ഫോർവേഡ് ഒരു വാറിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ എക്കോണമിയെ എഫക്റ്റ് ചെയ്യുക? കാര്യം ഇന്ത്യ അപേക്ഷിച്ച് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇത്തിരി ബലഹീനമായ ഒരു രാജ്യമാണെങ്കിൽ കൂടി ഇവർ തമ്മിലുള്ള ഈ ഒരു യുദ്ധം ഇന്ത്യയുടെ എക്കോണമിയെ നല്ല രീതിയിൽ ബാധിച്ചേക്കാം എന്നതാണ് സത്യം. ഫസ്റ്റ്ലി, ഡിഫൻസ് സ്പെൻഡിങ് എക്സ്പെൻസസ്. ഗവൺമെൻറ് എല്ലാവിധ ഫണ്ടുകളും തന്നെ മിലിറ്ററി ഓപ്പറേഷൻസിലോട്ട് ഡൈവേർട്ട് ചെയ്യുന്നത് മൂലം മറ്റ് മേഖലകളിലേക്കുള്ള ഫണ്ടുകൾ തടസ്സപ്പെടും, ലൈക്ക് ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ എക്സെട്ര. സെക്കൻഡ്ലി, സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ്. ഒരു യുദ്ധമെന്ന് പറയുന്നത് അൺസർട്ടനിറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആവും, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റിംഗ് ചെയ്യാതെയാവും, അതുപോലെ തന്നെ രൂപയുടെ മൂല്യം കുറയും. ആൻഡ് തേർഡ്ലി, ഇൻഫ്ലേഷൻ ആൻഡ് റൈസിംഗ് കോസ്റ്റ്. ഇൻഫ്ലേഷൻ കൂടുന്നത് മൂലം പെട്രോളിന്റെ വിലയൊക്കെ കുത്തനെ ഉയരും. ടൂറിസം ആൻഡ് സർവീസ് സെക്ടർ ലോസ്. ടൂറിസം മേഖലയ്ക്കും സർവീസ് മേഖലയ്ക്കൊക്കെ ഒരു വൻ അടി തന്നെയായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇമ്പാക്റ്റ് ഓൺ എംപ്ലോയ്മെന്റ്. രാജ്യം ഈ ഒരു യുദ്ധം കൊണ്ട് വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ചെറുകിട വ്യവസായങ്ങളിലൊക്കെ നല്ല രീതിക്കുള്ള ജോബ് ലോസ് ഉണ്ടാകും. ആൻഡ് ഫൈനലി, ലോങ് ടേം സെറ്റ് ബാക്ക് ഓൺ ഡെവലപ്മെന്റ്. ഒരു യുദ്ധം മൂലമുണ്ടാകുന്ന കോൺസിക്വൻസസ്, പിന്നെ അത് റീബിൽഡ് ചെയ്യാനെടുക്കുന്ന ചെലവ്, ഇതൊക്കെ രാജ്യത്തിന്റെ GDP യെ കുത്തനെ താഴേക്ക് കൊണ്ടുപോകും.